ഒട്ടും ഭാരമില്ല, കുനിയോ വേണ്ട. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഫ്രിഡ്ജിനെ പറ്റി പറയാനുള്ള അഭിപ്രായം. ഒന്നും പറഞ്ഞില്ല. അപ്പൊ ദേ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയിരിക്കുന്ന ബട്ടർ ചിക്കൻ ആണ്. ബട്ടർ ചിക്കൻ ഇപ്പൊ കുറെ നാളായിട്ട് ഇവിടെ സ്ഥിരം ബട്ടർ ചിക്കൻ ഉണ്ടാക്കണേ. കാരണം ഒരു തവണ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പൊ സ്ഥിരം ഇത് തന്നെ ഉണ്ടാക്കണം. നല്ല അത്താഴത്തിന് വേണ്ടി കറി റെഡിയാക്കി. അപ്പൊ അത്താഴത്തിന് ചപ്പാത്തിയും ബട്ടർ ചിക്കനും ആണ് ഞങ്ങൾ ഇന്ന് എടുക്കണത്. അപ്പൊ വൈകിട്ട് വെറുതെ മകൾക്ക് ബ്രെഡ് കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് ഓർത്ത് ഒന്ന് പടം എടുക്കണതാണ് കൂട്ടോ. അപ്പൊ നമുക്ക് സ്വല്പം മല്ലിയില പൊടിക്കാട്ടോ ഇടണോളൂ. ഇനി ഇടാനുള്ളതാണ് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം ഇടുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതിന്റെ ഈ ടേസ്റ്റേ അങ്ങ് മാറും. എന്നിട്ട് ഒരു പ്രത്യേക ക്രീമിഷ് രുചിയായിട്ട് അങ്ങ് മാറും. അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല്. ഫ്രഷ് ക്രീം നമ്മളൊരു കുപ്പിക്കകത്തിട്ട് ഇങ്ങനെ പാക്കറ്റിൽ ഇരുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചത്. അപ്പൊ ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയതാട്ടോ. എന്നിട്ട് കുറച്ചതില് ഇങ്ങനെ ചുമ്മാ നമ്മുടെ ഇതനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അല്ലെ, സ്പ്രെഡ് ചെയ്യുക. അത്രേ ഉള്ളൂ, അത് മതി. ഇത്ര ഇതിന് കൂടുതലായാൽ കൊള്ളൂല. പിന്നെ നമുക്ക് കുറച്ച് ഞാൻ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് നാളത്തേക്ക്. എന്നാലും നാളെ എടുക്കുമ്പോൾ നാളെ ഇതിന് ചെയ്യാം. അപ്പൊ ഇതിനിത് മതി. അപ്പൊ ദേ എന്റെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇനി ഇത് പോയി കഴിക്കട്ടെ. ഇതും വീറ്റ് ബ്രെഡുമാണ് ഞാൻ ഇന്ന് വൈകുന്നേരം കഴിക്കാൻ പോണത്. പിന്നെ വേറൊരു സംഭവം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇത് കഴിച്ചു കഴിയുമ്പോ വന്ന് അത് ശരി, അത് സസ്പെൻസ് ആണല്ലോ. പറയണ്ട, അത് സെറ്റ് ആയിട്ടുണ്ട്. നീ ഇപ്പൊ വന്ന വഴി മിണ്ടണ്ടാന്ന് കരുതി ഞാൻ മിണ്ടാണ്ടിരുന്നത്. നോക്കാം. അപ്പൊ കഴിച്ചു കഴിഞ്ഞതേ അടുക്കളയിട്ട് വന്നപ്പോ അമ്മ അതേ പച്ചമുളക് അരിഞ്ഞോണ്ടിരിക്കുക. എത്രയധികം പച്ചമുളക്. അപ്പയുടെ സ്വന്തം പച്ചമുളകിൻ ചെടി എപ്പോഴും കാണിച്ചിട്ടുണ്ടല്ലോ. അതില് പച്ചമുളക് പറിച്ചു വെച്ചാൽ നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പച്ചമുളക് പിക്കിളിടാറില്ലേ, കാന്താരിയല്ല പച്ചമുളക് ഇടാറില്ലേ. അപ്പൊ അത് അങ്ങനെ ഏതായാലും കുറെ അധികം കിട്ടി. എന്നാ പിക്കിളിട്ട് വെക്കാന്ന് ഓർത്ത് ഞാൻ അരിഞ്ഞെടുത്തതാ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞേച്ച് ചതച്ചെടുത്ത് ഓർഡിനറി നമ്മള് ലൈവ് കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ പിക്കിളിന്റെ ഇടയ്ക്ക് ക്ലിപ്പിംഗ് പോലെ എടുത്തോ വേണമെങ്കിൽ. ഇത് അരിഞ്ഞു വെച്ചതാണ്. അതുകൂടാതെ വേറൊരു സംഭവം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചെന്ന് ആ ഊണുമേശട്ട് എടുത്ത് വെച്ചത്. അതൊരു ഡെക്കറേഷൻ ഉണ്ട് അതിന്റെ ഫൈനലാ. എന്നിട്ടത് കഴിക്കാനെടുക്കാൻ വേണമെങ്കിൽ അത് കാണിക്കാം. അമ്മ എന്താണ് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണേ? എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാധനമാണ് അമ്മ എടുക്കണേ. പിന്നെ ഈ പാത്രം കണ്ടാ അപ്പ അറിയാം. ഇപ്പൊ ഞാന് പറഞ്ഞു വിട്ട് അപ്പ പുറത്തു പോയപ്പോ പൈനാപ്പിൾ വാങ്ങിച്ചതാണ്. പൈനാപ്പിളിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നാന്നറിയാമോ, ഇപ്പൊ പൈനാപ്പിളിന് ഭയങ്കര വില. 1.5 കിലോ ഇല്ലെന്ന് തോന്നണം. ആ ഒരു പൈനാപ്പിളിന് 50 റുപ്പീസാന്ന് പറഞ്ഞു. ചെറിയ പൈനാപ്പിളാ. ഞാൻ പറഞ്ഞു അധികം വേണ്ടാന്നതേ. സൂപ്പർ, നല്ല ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി എന്നാ ഡെക്കറേഷൻ ഉണ്ട്. ഇതിന്റെ അടിയിൽ മറിച്ചിടുവാണെങ്കിൽ അത് കാണാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എടുത്തോ. അതേ വിളയിച്ച പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട്. അടിയില് പീസസ് കിടപ്പുണ്ട്. ഇനിയിപ്പോ നമുക്ക് മീതെ ഡെക്കറേറ്റ് ചെയ്യാം. അതെ, ഇത് ഡെക്കറേറ്റ് ചെയ്യുമ്പോ നല്ല ഭംഗിയാവും കേട്ടോ. ഭംഗി തന്നെയല്ല, നല്ല ടേസ്റ്റും അല്ലേ. പൈനാപ്പിൾ ആകുമ്പോ വയറിനും നല്ലതാ. വളരെ നല്ല. എനിക്ക് വലിയ ഇഷ്ടമായി പൈനാപ്പിളിന്റെ. അതാ ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താ ഒന്നും ചെയ്യാനില്ല. പാലും കോൺഫ്ലവറും കുറുക്കുക, ഷുഗർ ചേർക്കുക ആവശ്യത്തിന്. നമുക്ക് ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാം. അത് കാണിക്കാം. പിന്നെ നമുക്ക് പൈനാപ്പിൾ വിളയിച്ച് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ഈ പൈനാപ്പിളിന്റെ പുഡിങ് ആയതുകൊണ്ട് പൈനാപ്പിൾ മാത്രമേ ചേർക്കണുള്ളൂ. അതല്ലേ നല്ലത്. അതെ, മതി, ഇത്ര മതി. വിളയിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തിനെങ്കിലും എടുക്കാം. അത് വെറുതെ ആണെങ്കിലും തിന്നാലോ. വിളയിച്ചതല്ലേ, അപകടമില്ലല്ലോ. നല്ല സൂപ്പർ പുഡിങ്. അപ്പൊ ഞാൻ എന്തായാലും തുടക്കത്തിൽ ഇച്ചിരി കഴിക്കട്ടെ. നമുക്കൊന്ന് കോരി എടുക്കാൻ സ്വല്പേ. നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് പുഡിങ്ങിന്റെ കറക്റ്റ്. അത് അടിയിട്ട് എടുക്ക്. അതെടുക്കാം. അതെന്നാന്നോ, ഞാൻ ഇടത് കൈ കൊണ്ട് കോരണോണ്ടേ എനിക്കിങ്ങനെ കൈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ. എങ്കിലേ അടിയിലേ കൂടെ കിട്ടുള്ളൂ. മൊത്തം വേണമല്ലോ. ഇതാണ് ആ പുഡിങ്ങിന്റെ ടെക്സ്ചർ.
വേണ്ട വേണ്ട അത്രയും മതി. ഞാൻ പറയാട്ടോ 10:30 11:30 5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇത് മതി, എനിക്ക് ഇത്രയും മതി. നല്ല അടിപൊളി ടെക്സ്ചറാണ്, കാണുമ്പോ തന്നെ നിങ്ങക്ക് അറിയാം. ഞാൻ വിളയിച്ച പൈനാപ്പിളും കൂടെ ഇടട്ടെ മീതെ? വേണ്ട അത്രയും മതി. കണ്ടോ ഇതിന്റെ ടെക്സ്ചർ കണ്ടോ? ഇതാണ് ഇതിന്റെ ടെക്സ്ചർ. ജെല്ലി പോലെ ഇങ്ങനെ ഇരിക്കും. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. പൈനാപ്പിൾ ആയതുകൊണ്ട് നല്ല പുളിരസം ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. അഭിപ്രായം പറഞ്ഞേ. ശരിക്കും നല്ല രുചിയുണ്ട്. കണ്ടോ ഇത് എടുക്കുമ്പോൾ തന്നെ ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കണ്ടോ നല്ല രുചിയാ. നല്ല ടേസ്റ്റ്. ഈ പൈനാപ്പിള് ഇങ്ങനെയല്ലാതെ ലെയറായിട്ട് വേണമെങ്കിൽ പൈനാപ്പിളിന്റെ സിറപ്പ് ഒഴിക്കാം. ഞാനിപ്പോ ആ പരിപാടിക്ക് പോയില്ല. അടിയിലും മുകളിലും വിളയിച്ച പൈനാപ്പിളാ ഇട്ടേക്കണത്. എന്നിട്ട് നടുക്ക് ഈ കസ്റ്റഡ് കുറുക്കിയത്. കസ്റ്റഡ് എന്ന് പറയാൻ പറ്റൂല, പാല് കുറുക്കിയത് കേട്ടോ. അതിന്റെ റെസിപ്പി നമുക്ക് ഒരു പ്രാവശ്യം കൊടുക്കാം. ഫുൾ അപ്പം മനസ്സിലാവും. കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ആ ഒരു ടെക്സ്ചർ. കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പിടി പിടിച്ചാറുണ്ടല്ലോ, നല്ല അടിപൊളി ഡെസേർട്ടാ. മധുരമൊക്കെ നല്ല കറക്റ്റാ. മധുരം ഞാൻ കുറച്ചാണ് ഇട്ടത്, കാരണം പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൈനാപ്പിള് വിളയിക്കാൻ നേരത്തെ സ്വല്പം ഷുഗർ ചേർത്താ വിളയിച്ചേക്കണം. അപ്പൊ ഈ മധുരം തന്നെ ഒത്തിരി ചേർക്കണ്ടല്ലോ. പിന്നെ പുഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം പോലെ മധുരം അല്ല അധികം അതിന്. പുഡിങ്ങിന് വേണ്ടത് ഇത്രയും മധുരം മതി. ഇതാവുമ്പോ എത്ര വേണേലും കഴിക്കാം. അടച്ചു വെച്ചേക്കട്ടെ എന്നാ. വൈകിട്ട് ഊണല്ല ചപ്പാത്തി, അത് കഴിയുമ്പോ കഴിക്കാൻ ഇല്ലേ. ഇതും ഒരു വെറൈറ്റി. ഇത് എന്തിനാ അമ്മ ഉണ്ടാക്കണേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ പച്ചമുളക് പിക്കിളാന്നതാ. അപ്പം അത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റി, എന്നിട്ട് ഇത് അപ്പയ്ക്ക് ഇതൊക്കെ കഴിക്കണത് വലിയ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ പച്ചമുളക് ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഉണക്കിയൊക്കെ ഇടണം കൊണ്ടാട്ടത്തിന്. അതിനൊന്നും എനിക്ക് മടി, അത്രയും ക്ഷമയില്ല മെനക്കെടാൻ. അപ്പം ഇത് ഇങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചങ്ങ് വഴറ്റി, നല്ലെണ്ണയിലാട്ടോ വഴറ്റണേ. വഴറ്റി വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് എരിവിൻ്റെ കുട്ട, അതുകൊണ്ടാണ് ചുമക്കണേ എല്ലാവരും. എനിക്കും ചുമകനുണ്ട്. നല്ല എരിവാണ് ഈ പച്ചമുളകിന്. എന്നിട്ടത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം ചോറിനൂടെ കഴിച്ചോളും പച്ചമുളക് പിക്കിള. ഉമ്മ ഇങ്ങനെ പുറത്തേക്കൂടെ നടന്നപ്പോൾ ദേ കിടക്കുന്നു എൻ്റെ ഫേവറേറ്റ് സാധനം, പാഷൻ ഫ്രൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. നല്ല പുളിയൊക്കെ ഉള്ള ഫ്രൂട്ടല്ലേ, എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി അതിന്. ഞാൻ എപ്പോഴും ഇതിങ്ങനെ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ലേശം ഷുഗർ ഇടുകയുള്ളൂ, പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിക്കാതെ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടൂ കേട്ടോ. അപ്പോൾ ഇത് കൊണ്ട് വെക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്ന് പതിവ് പോലെ സൺഡേ രാവിലെയാണ്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു. അതെ, അത് കണ്ടോ, അത് ഞങ്ങളുടെ തൊഴുത്താണ് കേട്ടോ. പണ്ടത്തെ തൊഴുത്തായിരുന്നു. ഇപ്പം അതിനകത്ത് പശുവൊന്നുമില്ല. ഇതുപോലെ കുറച്ച് തേങ്ങയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവിടെ സൂക്ഷിച്ച് വെക്കുന്നത്. അടുക്കളയുടെ പുറകു വശമാണ് കേട്ടോ അത്. അപ്പം ഇങ്ങനെ പുറത്തായതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നിന്ന് ഒരു കുഞ്ഞ് ഇൻട്രോയൊക്കെ വ്ളോഗിന് പറയാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സൺഡേയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ കാണണ്ടേ? അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൂടെ തുടങ്ങാം. ഇന്ന് രാവിലെ ഞാൻ കഴിക്കാൻ പോകുന്ന പോഷക സമൃദ്ധമായ ആഹാരമാണ് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പഴങ്കഞ്ഞിയാണ്. നമ്മൾ പരമ്പരാഗത രീതിയിൽ മൺചട്ടിയിൽ കട്ടത്തൈരും കാന്താരിമുളകും ചുമന്നുള്ളിയും ഉപ്പും ചേർത്ത് ഞരടി വെച്ചിരിക്കുന്ന ചട്ടിയിൽ ഒരു അരമണിക്കൂർ ഞാൻ ഞരടി അത് വെച്ചിരുന്ന അതാണ് പഴങ്കഞ്ഞിയായിട്ടുള്ളത്. അത് കയ്യിലുകൊണ്ടൊന്ന് കോരി കാണിക്കാൻ വേണമെങ്കിൽ. കൂടെ ചെമ്മീൻ മുളക് ചാറ്. ആഹാ, നല്ല അസല് ചെമ്മീൻ മുളക് ചാറ്. ഇവിടെ പാവയ്ക്ക വറുത്തത്, പിന്നെ
പിണ്ടിത്തോരൻ. പിന്നെ എന്നാ വേണ്ട ഇതിലപ്പുറം, പിന്നെ എന്ത് വേണം? ഓ, നല്ല അസാധ്യ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇത് ഈ കഞ്ഞി ഒന്ന് പടം പിടിക്കാൻ ഞാനൊന്ന് ഇളക്കി കാണിക്കാം. കഞ്ഞിയുടെ ടെക്സ്ചർ കാണിക്കാനാണ്. ഉള്ളി, കാന്താരിമുളക് ഇവിടെയുണ്ട്. ചുമന്ന നിറത്തിലുള്ളത് കഴിക്കുമ്പോൾ നോക്കി വേണം. ഈ ചുമന്ന നിറത്തിൽ കിടക്കണ കാന്താരിമുളക് ഞരടിയതാട്ടോ. ഞാൻ 2 എണ്ണം ഞരടിയിട്ടുള്ള എരിവുള്ളത് കൊണ്ട്. പക്ഷെ തൈരൊക്കെ ഒഴിച്ചപ്പോൾ നല്ല കോമ്പിനേഷനാണ്. എനിക്ക് തന്നെ കുടിക്കണമെന്ന് തോന്നിയത്. പിന്നെ നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് വേണമെന്ന്, അതുകൊണ്ട് എടുത്ത് വെച്ചിരുന്നതാ. അപ്പോൾ അസല് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? താഴെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കും കേട്ടോ. നമ്മൾ പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ശ്രമിക്കുക. കാരണം നല്ല ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് അല്ലേ. ഈ മൺചട്ടിയൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഞരടി ഒരു കഷ്ടി ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേച്ച് കഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ, അത് കഴിച്ചാലേ അതറിയാവുള്ളൂ. അപ്പം നല്ല കാന്താരിമുളകൊക്കെ അരച്ച പഴങ്കഞ്ഞിയിലേക്ക് ഇതേ ചെമ്മീൻ മുളക് ചാറങ്ങ് ഒഴിച്ച് നല്ല കുഴച്ചാണ് കഴിക്കാൻ പോണേ. ഓ, എന്താ ഒരു ടേസ്റ്റ്! പറഞ്ഞറിയിക്കാൻ വയ്യ. ഇച്ചിരി അങ്ങ് ഒഴിച്ച് ആഹാ. എന്തൊരു ടേസ്റ്റാ. ഞാൻ പഴയ ഇതിന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇത് ലൈവ് കാണിച്ചിട്ടുണ്ട്. എന്റെ ഇളയ കൊച്ചപ്പനും ഇളയ അമ്മായിയാണ് എന്റെ ഉസ്താദുകൾ. ഓ, എന്തൊരു ടേസ്റ്റാ. രണ്ടുപേരും ഉസ്താദാണ്. പണ്ടേ അമ്മയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇഷ്ടമാണ്. ഞാൻ അവരോട് ചോദിച്ചാലും ഇത് എങ്ങനെയാണല്ലോ അന്ന് ചെയ്തത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മൺമറഞ്ഞു പോയില്ലേ. നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തലാ. അതെ. ഇത് ചൂടായി റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു റവയുടെ കളർ സ്വല്പം ചേഞ്ച് ആവും ഒന്ന്, കൂടാതെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അന്നേരം നമുക്ക് ഓഫ് ചെയ്യണം. അതാണ് അതിന്റെ പാകം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രിഡ്ജിനെ പറ്റി പറയാനുള്ള അഭിപ്രായം. ഒന്നും പറഞ്ഞില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഫ്രിഡ്ജിനെ പറ്റി പറയാനായിട്ടുള്ളത്. അങ്ങനെ 4 മണിയുടെ ചായയും റസ്ക്കും കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. 4 മണിക്ക് ചായയും റസ്ക്കും 6 മണിയാകുമ്പോൾ കാപ്പിയുടെ കൂടെ വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടാവും. അധികം അതിൽ വെച്ചിരുന്ന അത് അലുത്ത് പോവും. നല്ല റസ്ക്, ആൻസ് റസ്ക് ഇത്. ഞാനെന്നാ എന്തോരം പ്രാവശ്യം പണിക്കാരില്ലാണ്ട് അടിച്ചേക്കണം കൂടെ. അമ്മ എന്തൊക്കെയാ കാണിക്കണേ? ഞാൻ അടിക്കുമല്ലാതെ വെതറി ഇട്ടതാ. അപ്പൊ ഞാൻ എടുത്തോണ്ടിരിക്കുവാ. എന്നാ നമുക്ക് ദേ പുതിയൊരു ടൈലിൻ്റെ പുറത്ത് കരികില വീണ് കിടന്ന മഴയൊന്നുമില്ലാത്ത സമയത്ത് അടിച്ചു മാറ്റാനായിട്ടൊരു ചൂലെന്ന് പറയാൻ പറ്റൂല, ഒരു സംഭവം അപ്പ ഷോപ്പിൽ കണ്ട് മേടിച്ചോണ്ട് വന്നതാ. അപ്പം നമുക്കൊന്ന് അടിച്ചു നോക്കാം. അതേ കുറച്ച് മാവിന്റെ കരിയിലൊക്കെ വീണിട്ടുണ്ട്. ഇന്നലെ ആട്ടോ ഇത് വാങ്ങിച്ചതാണ്. 138 ആന്ന് തോന്നുന്നു ഇതിന്റെ പ്രൈസ്. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയില്ല. കൊള്ളാലോ. കയ്യിലിന്റെ പുറത്തോടെ നിൽക്കാൻ നല്ലതാ അല്ലേ. നമ്മുടെ മാവ് ചുറ്റുമുറവും പ്ലാവും മാവും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് 2 കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കരികിലിയായി നിൽക്കട്ടെ. അത് കാരണം അത് അടിക്കാൻ കണ്ട് നല്ലതാണെന്ന് തോന്നി മേടിച്ചുകൊണ്ട് വന്നതാണ്. പ്ലാസ്റ്റിക്കാണ്, ബലം ഇത് കനം കുറവാണ്. നമ്മൾ സൂക്ഷിച്ചത് കൈകാര്യം ചെയ്യണം കേട്ടോ. പ്ലാസ്റ്റിക് ആയാലും അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷെ നല്ല സംഗതിയല്ലേ. ഇങ്ങനെ ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. അറ്റ ഇങ്ങനെ വളഞ്ഞിരിക്കണുണ്ടോ.
മറിച്ച് കാണിക്കണം. അതെങ്ങനെ കാണിക്കാം, അപ്പം മനസ്സിലാവും പെട്ടെന്ന്. ഇങ്ങനെ ഇരിക്കണോണ്ട് അതിൽ കരികില തങ്ങി ഇങ്ങനെ പോന്നോളും. ഇനി അപ്പറേ ഉള്ളത് നമുക്കൊന്ന് തൂക്കാം. പത്ത് വശത്തുണ്ട്. ബാ, മണ്ണിൽ തൂക്കാൻ പറ്റൂല കേട്ടോ. ഇതാ ടൈലിന്റെ പുറത്ത് മാത്രമേ ഇത് പറ്റുള്ളൂ. കൊള്ളാം, സംഭവം നല്ല സംഗതിയാ. എന്നാ പിടിക്കാൻ സുഖ, കട്ടിയില്ലാത്ത കാരണം നല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. ഞാൻ ചെയ്തത് ശരിയാവാന്ന് കപ്പ മേടിച്ചത് കൈകാര്യം ചെയ്യണതാട്ടോ ഞാൻ ഈ കാണുന്നത്. ഇത് അതുപോലെ തന്നെയാണല്ലോ അമ്മയും ചെയ്തത്. അമ്മ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത, ഒട്ടും ഭാരമില്ല, കുനിയോ വേണ്ട. ഇത് വൈകുന്നേരത്തെ കഞ്ഞിക്കുള്ള ചമ്മന്തിയാണ് ഈ ഇരിക്കുന്നത്. കണ്ടിട്ട് എല്ലാവർക്കും കൊതിയാവുന്നുണ്ടെന്ന് അറിയാം. കഞ്ഞിയും ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ് അത് എത്ര പറഞ്ഞറിയിച്ചാലും മതിയാവില്ല അല്ലേ. കഞ്ഞി മുളക് ചുട്ട പുളി ഇട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണത്. പിന്നെ ചെറുപയർ തോരനുണ്ട് ഇവിടെ. ചെറുപയർ തോരൻ, പിന്നെ ചെമ്മീൻ മുളക് ചാറ്. പിന്നെന്താ വേണ്ട? പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ പിക്കിളുണ്ട്. അപ്പൊ ചമ്മന്തി ഉള്ളതുകൊണ്ട് പിക്കിള് വേണ്ടാന്ന് വെച്ചു. കഞ്ഞി അവിടെ കാലായിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ഞി റെഡി ആയി പോരാഞ്ഞ് നമുക്ക്. വൈകുന്നേരം ഇന്ന് കപ്പയും തേങ്ങ ഇട്ടതായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല, അത് കാണിക്കാൻ വിട്ടുപോയി സത്യം പറഞ്ഞ. വേഗം വന്ന് കഴിക്കുകയായിരുന്നു. സന്ധ്യ എപ്പോഴായിരുന്നു അതാ പറ്റിയ. കപ്പയും തേങ്ങ ഇട്ടതായിരുന്നു. അത് ഇനി പടമൊക്കെ എടുത്ത് കഴിയുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോ കാണിക്കാം. അതെ, ഇത് കഞ്ഞി എന്ത് കഞ്ഞിയാന്ന് പറ. ഞവരക്കഞ്ഞി, നമ്മുടെ ഫേമസ്. നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഞവരക്കഞ്ഞി. ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, നല്ല രസമാട്ടോ, നല്ല ടേസ്റ്റിയാണ്. നല്ല രസമല്ല, നല്ല ടേസ്റ്റാന്ന് പറയാം. നല്ല രുചിയാ. കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഞങ്ങൾ അങ്ങനെയാ കഞ്ഞി കുടിക്കണത്. ഊറ്റിയെടുക്കും. പെരണ്ടിരിക്കും അതിൽ സ്വല്പം കഞ്ഞിവെള്ളം പെരണ്ടിരിക്കും. അതാണ് ഊറ്റിയെടുക്കുന്ന കഞ്ഞി. അപ്പൊ ഇത്രയൊക്കെ ചോറുന്നു. കഞ്ഞി ആയതുകൊണ്ടല്ല ഞാൻ അത്ര എടുത്തത്. കഞ്ഞിയും ഈ ഞവര കഞ്ഞി ആയതുകൊണ്ട് കഴിച്ചോളും. പിന്നെ പിണ്ടിയും വാഴക്കൂമ്പും ഒന്നും അല്ലല്ലോ തോരൻ. മറ്റേ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ തോരൻ കൂടുതലും ചോറ് ഒരു റൈസ് കട്ടറും ഒക്കെ ഇടാറാം. ഇതിപ്പോൾ കഞ്ഞി ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്ത്, പിന്നെ ഇനി നാളത്തേക്ക് ഇത് വെച്ചിരുന്നാലും കൊള്ളൂല. ഇടാനും പാടില്ല. ചെറുപയർ തോരൻ കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇതൊരു വെറൈറ്റി ചെറുപയർ തോരൻ ഇഷ്ടമാണ്. ഞാൻ ഇതിന് തേങ്ങ ഇട്ടിട്ടില്ല. ഒറ്റ 2 വിസിലടിപ്പിച്ചേച്ച് ഓഫ് ചെയ്തിട്ട് ആവി പോയി കഴിഞ്ഞപ്പോൾ എടുത്ത് ഉലർത്തിയിടാം. അപ്പോൾ പാകമായിരുന്നു ദൈവം. ഇനി എന്നെ അടുത്ത കറി കൊണ്ടുവരാം. അവിടെ ഇവിടെ ഇരിക്കണ കാരണം ഈ ചമ്മന്തി കൂടാതെ ഇത് മറ്റേതുണ്ട്. ഞാൻ പറഞ്ഞത് എന്നാണ്, ചെമ്മീൻ കറി. ചമ്മന്തി സൈഡിൽ. ഇത്രേ ഉള്ളോ ചമ്മന്തി? അത് മതിയല്ലോ. ചമ്മന്തി അത് മതി, പുളിയുള്ള സാധനമാണ്. ചമ്മന്തി അതിൽ കൂടുതൽ ഉപയോഗിക്കില്ല. ഇനി വരുന്നത് ചെമ്മീൻ മുളക് ചാറ്. എവിടെ പോയി ചെമ്മീൻ മുളക് ചാറ്? കാണാനില്ലല്ലോ ഇവിടെ. അവിടെ ഒരു കുഞ്ഞു ചട്ടി ഒളിച്ചിരിപ്പുണ്ട്. എന്നെ കാണിക്കാതെ വെച്ചിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. കാണിക്കാതെയൊന്നുമില്ല, അവിടെ ഇവിടെ ഓരോ സാധനങ്ങൾ ഇരിക്കണോണ്ട് അറിയാം. ഞാൻ പറഞ്ഞില്ലേ മാറി നിൽക്കണം. അല്ല, ഒരു വെക്കാൻ സ്ഥലമില്ലാന്ന്. അതിൻ്റെ ഇടയ്ക്ക് ചെരുവത്തിൽ വെള്ളം അവിടെ ഓരോന്നിന്. അത് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി മനസ്സിലായി. ഇത്ര മതിയല്ലോ, കുറെ ആയല്ലോ കറികളൊക്കെ. അപ്പൊ നല്ല അസൽ ഡിന്നറാണ് ഇന്ന് കഴിക്കാൻ പോണേ. വളരെ ന്യൂട്രീഷ്യസ് ഡിന്നറാണ്. ഞവരയ്ക്ക് ഭയങ്കര പ്രത്യേകതകളുള്ള അരിയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിങ്ക് താഴെ ഇടാം. അപ്പൊ എല്ലാവരും ഒന്ന് പോയിട്ട് അത് കണ്ടു നോക്കുക കേട്ടോ. അതെ, അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അല്ലേ, അത് കുളിക്കാനുള്ള വെള്ളം കേട്ടോ, അതും തികന്നു തുടങ്ങി. അപ്പൊ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടേ കഴിക്കണുള്ളൂ. അപ്പയ്ക്കൊന്ന് വേഗം കൊടുക്കുക. 9 അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. ബൈ.